ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമിനെ വേദ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണ് കേട്ടോ. വിക്രമില്ലാതെ പറ്റില്ലാണ്ടായി വേദയ്ക്ക്. പക്ഷെ വിക്രം അതൊന്നും മനസ്സിലാക്കുന്നില്ല കേട്ടോ. മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും വേദയുടെ നല്ലതിന് വേണ്ടിയിട്ട്, വേദയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വിക്രം ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. വേദ പലപ്പോഴായിട്ട് വിക്രമിനോട് തൻ്റെ മനസ്സ് തുറന്ന് പറയുന്നുണ്ട്. വിക്രമില്ലാതെ പറ്റില്ല എന്നും ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ വിക്രമിൻ്റെ സാന്നിധ്യവും വിക്രമിൻ്റെ ആ ഒരു കൂട്ടും വേദയ്ക്ക് വേണമെന്നും ഒക്കെ ഇങ്ങനെ വേദ പറയാണ്. ഇനി മരണം കൊണ്ടല്ലാതെ വേദ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്നും ഒക്കെ ഇങ്ങനെ വിക്രമിനോട് പറയാണ് കേട്ടോ. പക്ഷെ വിക്രം അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോകുകയാണ്. എന്നിട്ട് മാറിയിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ താലി ചരടിന് ഞാനിപ്പോൾ ഒരു മൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവിതത്തിൽ തന്നെ ബാധിക്കും. ഞാൻ ഒരിക്കലും അവൾക്ക് ചേർന്ന ഒരു പുരുഷനല്ല, ഒരു ഭർത്താവല്ല. അവളുടെ ജീവിതത്തിന്, അവളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്. കുറേ അവളെ ഇങ്ങനെ അവഗണിക്കുകയും അതുപോലെ തന്നെ അവളുടെ സ്നേഹം തിരിച്ചറിയാതെയൊക്കെ ഇരിക്കുമ്പോൾ അവൾ എന്തായാലും എന്നിൽ നിന്നും അകന്നു പോകുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കുറച്ച് വൈകിയാലും അങ്ങനെ തന്നെ ആവട്ടെ. അവളുടെ ഭാവിയാണ് ഇപ്പം മറ്റെന്തിനേക്കാളും എനിക്ക് വലുത്. കാരണം അവളെ ഞാനിപ്പോൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വേദയാണെങ്കിൽ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം തൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ വിക്രം ഇങ്ങനെ പെരുമാറുമ്പോൾ വേദയ്ക്ക് നല്ല വിഷമമുണ്ട്. അത് കമലമ്മയോടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ കമലമ്മയാണേലും പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയില്ലേ, എന്തായാലും ഇനി കുറച്ചുകൂടി നീ ക്ഷമിക്കുക, എന്തായാലും നല്ലൊരു മാറ്റം തന്നെ സംഭവിക്കും. വിക്രമിനെ ഇത്രയും മാറ്റിയെടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ, അവനിപ്പോൾ നല്ലൊരു മനുഷ്യനായില്ലേ, അവൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട പുത്രനായി മാറിയില്ലേ, അവൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് അവൻ തിരിച്ചു വന്നില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അവൻ നിന്നെയും അംഗീകരിക്കും. ഇതിനൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് നീയല്ലേ, അതുകൊണ്ട് തന്നെ നിൻ്റെ സ്നേഹം അവൻ അങ്ങനെ അവഗണിക്കില്ല എന്നൊക്കെ ഇങ്ങനെ കമലാമ്മ പറയാണ് കേട്ടോ. അങ്ങനെ വേദേനെ ആശ്വസിപ്പിക്കുകയാണ്. വേദ അങ്ങനെ ആ ഒരു കമലാമ്മയുടെ വാക്കിൽ ചെറിയൊരു ആശ്വാസം കണ്ട് അങ്ങനെ പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ കമലാമ്മയാണെങ്കിൽ വിക്രമിനെ വന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രമിനോട് വേദയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വേദേനെ നീ അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അവൾ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷമാണ് ഈ വീടൊരു വീടായത്. അതിനു മുൻപ് ഇതൊരു ഭ്രാന്താലയം തന്നെയായിരുന്നു. അച്ഛനും മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും പരസ്പരം പോരുകുത്തുകയും അതുപോലെ തന്നെ മനസ്സുകൊണ്ട് സ്നേഹിക്കാതെയുമായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. എങ്കിൽ വേദ വന്നതിന് ശേഷമാണ് ഇവിടെ പരസ്പരം എന്താണെന്ന് ഓരോരുത്തരുടെ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിയാനും ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹം പുറത്തോട്ട് കൊണ്ടുവരാനും ഒക്കെ കാരണക്കാരി ആ ഒരു മോളാണ്. അവളെ ഞാൻ മരുമകളായിട്ടല്ല, എൻ്റെ മകളായിട്ടാണ് അവളെ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകനെ നിന്നെ എനിക്ക് തിരിച്ചു നൽകിയതും അവളാണ്. അവളെ നിനക്ക് സ്നേഹിച്ചൂടെ? അവൾ നിൻ്റെ ഭാര്യയല്ലേ, ഇത്രയും നാളായില്ലേ, അവൾക്കും ആഗ്രഹമില്ല നിൻ്റെ ഒപ്പം നല്ല രീതിയിൽ ജീവിക്കണമെന്ന് എന്നൊക്കെ ഇങ്ങനെ കമലാമ്മ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം കമലാമ്മയോട് പറയുന്നുണ്ട്, ഞാൻ വേദനെ മറ്റെന്തിനേക്കാളും ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ സ്നേഹിക്കുന്നത് വേദനയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അവളെ ഞാൻ അകറ്റി നിർത്തുന്നതും എന്നൊക്കെ പറയുമ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയായി പറയുന്നത്? അവളെ അത്രമാത്രം നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് അവളെ അകറ്റി നിർത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അവള് നല്ലൊരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്, നല്ല പഠിപ്പും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ ഭാവിക്ക് ഞാൻ ചേർന്ന ആളല്ല. അവളുടെ ഭാവിക്ക് നല്ലൊരു പുരുഷൻ അവളെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ എൻ്റെ സാന്നിധ്യം അവളെ അസ്വസ്ഥമാക്കുകയും അതുപോലെ തന്നെ അവളുടെ ജീവിതത്തെ നശിപ്പിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവളിൽ നിന്നും ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് കമലാമ്മ പറയുന്നുണ്ട്, അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് മോനെ. അവൾ ഇന്ന് മറ്റെന്തിനേക്കാളും നിന്നെയാണ് സ്നേഹിക്കുന്നത്. നിന്റെ കൂടെ നിന്ന് ഉയരാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ സാന്നിധ്യമാണ് അവൾക്ക് വേണ്ടത്. നീ ഈ ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് നീ വേദയുടെ ഒപ്പം സന്തോഷമായിട്ടൊരു കുടുംബജീവിതം നയിക്കുക. അതാണ് ഈ അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങളുടെ പേരക്കുട്ടികളെ കൊഞ്ചിക്കാനാണ് ഇപ്പോൾ ഈ അമ്മ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഒരു മറുപടിയും കൊടുക്കാതെ വിക്രം അങ്ങനെ റൂമിലേക്ക് പോകുകയാണ്. അങ്ങനെ റൂമിൽ ചെല്ലുന്ന വിക്രമാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് അങ്ങനെ കിടക്കാണ് കേട്ടോ. വേദമുറിയിലേക്ക് വന്നിട്ടും വേദനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ വിക്രം അങ്ങനെ തിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ വേദയ്ക്ക് വല്ലാണ്ടങ്ങ് സങ്കടവും ആവുന്നുണ്ട് കേട്ടോ. വേദ വിക്രമിനെ തന്നെ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് താലിച്ചരട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്,
അങ്ങനെ ആ താലിയിൽ ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ. കാരണം താൻ എല്ലാം ഉപേക്ഷിച്ച് വിക്രമിൻ്റെ കൂടെ വന്നിട്ടും വിക്രം തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കരുതി വേദയാണെങ്കിൽ ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊഴുകാണ് കേട്ടോ. എന്നിട്ട് വേദയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, വിക്രമിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും വിക്രം തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നല്ല വിഷമത്തിൽ ഇരിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ വിക്രമിനെ നോക്കുമ്പോൾ വിക്രം അങ്ങനെ ചെരിഞ്ഞ് കിടക്കുമായിരിക്കും, തന്നെ ഒരു നോക്കുന്നു പോലും ഇല്ല കേട്ടോ. അങ്ങനെ ആകെ സങ്കടത്തിൽ നിൽക്കുന്ന വേദയാണെങ്കിൽ രാത്രിയിൽ അങ്ങനെ മുറിയിൽ നിന്ന് ഇറങ്ങുകയാണേ. അപ്പോൾ വിക്രം ഉറങ്ങിയിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ടായിരിക്കും വേദ ഇറങ്ങുന്നത്. അങ്ങനെ വേദ നേരെ ചെല്ലുന്നത് ആളൊഴിഞ്ഞ ആ ഒരു മുറിയിലേക്കായിരിക്കും. ആ മുറിയിൽ ചെന്നിട്ട് വേദ തൻ്റെ ജീവൻ എടുക്കാൻ തന്നെ തീരുമാനിക്കാനുണ്ടോ. കാരണം വേദയുടെ മാനസിക നില തന്നെ തെറ്റുന്ന പോലെ ആയിപ്പോയി. വേദയ്ക്ക് നല്ല സങ്കടമുണ്ട്, വിക്രം തന്നെ മനസ്സിലാക്കാത്തതും തന്നെ സ്നേഹിക്കാത്തതും ഒക്കെ. തനിക്കിപ്പോൾ തൻ്റെ സ്വന്തം വീട്ടിലേക്കോ അല്ലെങ്കിൽ വിക്രമിൻ്റെ വീട്ടിലും ഒരു സ്ഥാനവും ഇല്ലയെന്ന് ഒക്കെ ഇങ്ങനെ വേദയുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്തകളൊക്കെ ഇങ്ങനെ മിന്നി മറിഞ്ഞു വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ആർക്കും വേണ്ടാത്ത ഈ ഒരു ജീവിതം താൻ നശിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വേദ ഒരു കയറൊക്കെ ഇങ്ങനെ കെട്ടുന്നത്. അങ്ങനെ ആ കയറിൽ ഇങ്ങനെ ഓരോന്ന് അങ്ങനെ ആ കയറ് കഴുതിലിട്ട് വേദ താൻ വിക്രമിൻ്റെ കൂടെ അധിക കാലമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ആ കുറച്ച് നാൾ ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രമാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വേദേനെ മുറിയിൽ കാണുന്നില്ലായിരിക്കും. അങ്ങനെ മുറിയിൽ നിന്നും ഇറങ്ങി വിക്രം വേദേനെ തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു റൂം അടച്ചിട്ടിരിക്കുന്ന കാണുന്ന വിക്രമാണെങ്കിൽ അങ്ങനെ പന്തികേട് തോന്നിയ വിക്രമാണെങ്കിൽ ആ മുറി അങ്ങനെ ചവിട്ടി തുറക്കുകയാണ് കേട്ടോ. ആ ഒരു നിമിഷം വിക്രം വല്ലാണ്ടായി പോയിട്ടുണ്ട്. അതായത് വേദനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു രീതിയിൽ കാണുമ്പോൾ വിക്രം തന്നെ അതിശയിച്ചു പോകുകയാണ് കേട്ടോ. വിക്രം ഒരിക്കലും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല. നമ്മുടെ വേദനെ അവഗണിക്കുമ്പോൾ വേദ അവിടെ നിന്ന് പോകും, നല്ലൊരു ലൈഫിലേക്ക് തിരിഞ്ഞു പോകും എന്ന് മാത്രമേ വിക്രം ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ അതിലുപരി തൻ്റെ ജീവൻ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് വിക്രം ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേദന രക്ഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, തനിക്ക് എങ്ങനെ തോന്നി, താൻ എന്തിനെങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്, താൻ എൻ്റെ ജീവനാണ്, ജീവൻ്റെ പാതിയാണ്, താനിത് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറയുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഞാൻ ജീവനാണെന്നോ, എന്നിട്ടാണോ എന്നെ ഇത്രയും അവഗണിക്കുകയും എന്നെ ഇങ്ങനെ സ്നേഹിക്കാതിരിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തത്, എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, എൻ്റെ ഈ താലി അയച്ചു വെക്കാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് തൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ തന്നെ ഇഷ്ടമല്ലാന്നിട്ടോ ഒന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിക്രമും പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ട് വേദയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. അങ്ങനെ പരസ്പരം ഇരുവരും ഇങ്ങനെ വാരിപ്പുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പരസ്പരം രണ്ടുപേരും മനസ്സറിഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ വിക്രം തൻ്റെ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ അമ്പലത്തിലേക്കൊക്കെ പോവുകയാണ് ഇരുവരും കൂടെ. അങ്ങനെ ഇതൊരു പുതിയൊരു ജീവിതമാണെന്നും തങ്ങൾക്ക് പുതിയതായി ലഭിച്ചതാണെന്നും ഒക്കെ കരുതിയിട്ട് ഇനി അങ്ങോട്ട് ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിക്കാനാണ് തങ്ങളുടെ തീരുമാനം എന്നൊക്കെ കമലമ്മേനെയും അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുതിയൊരു ജീവിതം തന്നെ തുടങ്ങുകയാണ് നമ്മുടെ വിക്രവും വേദയും കൂടെ.